സാഹചര്യത്തിൽ കടൽക്കയറ്റ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ വേണമെന്നും ഇതിനായി ദുരന്ത നിവാരണത്തിനായി കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുള്ള ആയിരക്കണക്കിന് കോടി രൂപയിൽ നിന്നും തീരസംരക്ഷണത്തിനായി തുക ഉപയോഗിക്കണമെന്നും CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ആവശ്യപ്പെട്ടു. കടലോര ഭീഷണിയിൽ കഴിയുന്ന എടവനക്കാട് തീരദേശവാസികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുൻപിൽ CPM ആരംഭിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV ലൂയിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AP പ്രിനിൽ, ബ്ലോക്ക് പ്രസിഡന്റ് തുളസി സോമൻ, വൈസ് പ്രസിഡന്റ് KA സാജിദ്, AK ശശി, KV നിജിൽ, അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ, KU ജീവൻ മിത്ര, MP ശ്യാംകുമാർ, EC ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. തീരപ്രദേശത്തെ ജനങ്ങളുടെ ദൈവത്തായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത്, എടവനക്കാട് തീരപ്രദേശത്ത് തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുവഴി സീവാളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശക്തമായിട്ടുള്ള കടലാക്രമണം നടക്കുന്ന വേളയിലൊക്കെ തന്നെ ജനങ്ങളെയാകെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ സംജാതമായിരിക്കുന്നത്. എടവനക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സുനാമി ഉണ്ടായ സന്ദർഭത്തിൽ 5 ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇതിന് ശാശ്വതമായിട്ടുള്ള ശാസ്ത്രീയ പരിഹാര മാർഗങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സമരം പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തീരപ്രദേശത്ത് പുലിമുട്ടുകളുടെ ആവശ്യം, ഇപ്പോൾ പുലിമുട്ടുകൾ 18 എണ്ണമാണ് നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യം അനുവദിച്ചത്. എന്നാൽ മുഴുവനായിട്ട് നമുക്കത് കിട്ടിയിട്ടില്ല. ഈ പുലിമുട്ടുകൾ വന്നാൽ മാത്രമേ ഇവിടുത്തെ ഈ വിഷയത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവൂ. മറ്റൊന്ന്, കാലാകാലങ്ങളായിട്ട് മെയിൻ്റനൻസ് നടത്താത്തതിന്റെ ഫലമായിട്ട് സീവാൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തീരദേശ റോഡ് ഇന്നിവിടെ ഇല്ല. ഇതെല്ലാം പരിഹരിക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാകണമെന്ന് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നു. സ്ഥലത്തും ജിയോ ബാഗുകൾ ശക്തമായിട്ടുള്ള കടലാക്രമണത്തിൽ ഒഴുകിപ്പോകുന്ന അവസ്ഥയാണെന്നുള്ളത് അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ജിയോ ബാഗുകൾ, അതുപോലെ തന്നെ മണൽവാട വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. മണൽവാടയെല്ലാം ശക്തമായിട്ടുള്ള കടലാക്രമണത്തിൽ ഒലിച്ചു പോകുന്ന അവസ്ഥ അവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം സർക്കാരിന്റെ മുന്നിൽ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണെന്ന് നോക്കിയല്ല CPM സമരം നടത്തുന്നത്. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വക പ്രശ്നങ്ങൾ പെടുത്തുക എന്നുള്ള ആ ജീവത്തായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മത്സ്യത്തൊഴിലാളി യൂണിയന്റെയും പാർട്ടിയുടെയും നേതാവ് AK ശശി, സഖാവ് പ്രക്ഷോഭ്, സഖാവ് KS രാധാകൃഷ്ണൻ, MC മോഹനൻ, പുഷ്കരൻ ചേട്ടൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഏരിയ കമ്മിറ്റി മെമ്പർമാർക്കും, LC മെമ്പർമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, നമ്മുടെ പാർട്ടി മെമ്പർമാർ, അനുഭാവികൾ, നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും എത്തിയിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ, സഹോദരന്മാർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറയുന്നതോടൊപ്പം തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് CN മോഹനാണ്. സഖാവിന് ഈ എടവനക്കാടിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഇതിനൊരു പോംവഴി കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
സഖാവിന് ഈ സമരത്തിന്റെ പേരിൽ സഖാവ് ഇവിടെ അല്പസമയത്തിനുള്ളിൽ എത്തും. ഉദ്ഘാടകനായിട്ടുള്ള സഖാവ് CN മോഹനന് ഈ സമരത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് രാവിലെ മുതൽ നാളെ 11 മണി വരെ വൈപ്പിൻകരയെ ആകെ ബാധിക്കുന്നതാണെങ്കിലും വളരെ പ്രത്യേകമായി ഇടവലക്കാട് പ്രദേശത്ത് തീരദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് പരിഹാരം കാണണമെന്നുള്ള ആവശ്യം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല. ഇത് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിന് പരിഹാരം കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒട്ടേറെ ഏജൻസികൾ ഇതിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും അതിനെ പ്രതിനിധീകരിക്കുന്ന ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട എം പി ഇത്തരം വിഷയങ്ങളിൽ വേണ്ടത്ര താല്പര്യം നൽകാത്തതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വളരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന MPയുടെ നിലപാട് തിരുത്തി കേന്ദ്ര ഗവൺമെന്റിൽ വളരെ സമ്മർദ്ദം ചെലുത്തി ഈ കരയെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് CPM വൈപ്പിൻ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സന്ദർഭത്തിലെല്ലാം ഏറ്റവും രൂക്ഷമായ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ പഞ്ചായത്തിലെ പഴങ്ങാടും തൊട്ടടുത്ത പ്രദേശങ്ങളും. ഈ പ്രദേശങ്ങളിൽ ഈ കാലഘട്ടത്തിലെ മഴക്കകത്ത് മാത്രമല്ല, നേരത്തെ ഓഖി ചുഴലിക്കാറ്റും പിന്നീട് സുനാമി ഉണ്ടായ കാലത്ത് വൈപ്പിനിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മരണം സംഭവിച്ചിട്ടുണ്ട്. നിരവധി വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തീരപ്രദേശത്ത് ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് രാത്രിയോ പകലോ, അപ്പൊ നിങ്ങൾക്കറിയാം പഴയ സുനാമിയുടെ കാലത്തും ഓക്കിയുടെ കാലത്തും എല്ലാം അവിടെ ഈ കടൽകയറ്റം ഉണ്ടായ സന്ദർഭത്തിൽ അത് നോക്കാനോ പോലെ ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ള പ്രവർത്തകന്മാർ തന്നെ ഒഴുകിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തിരമാല ഉദ്ദേശിക്കുന്നതിനേക്കാൾ അകത്തേക്ക് കയറി വരും. റോഡുകളും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ സാമഗ്രികളും നിർമ്മിതികളും എല്ലാം തകർത്ത് കളി. അങ്ങനെ തകർത്താണ് നമ്മുടെ ഈ മഴക്കാലത്തും അതിരൂക്ഷമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ യഥാർത്ഥമായിട്ടുള്ള വീഡിയോ ചിത്രം കണ്ടാൽ നമുക്ക് ആർക്കും നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിൽ ഒരിക്കലും ഈ പഞ്ചായത്തിന്റെ നമ്മുടെ ഈ റോഡിന്റെ പടിഞ്ഞാട്ടുള്ള ഭാഗത്ത് പോലും താമസിക്കാൻ പോലും ധൈര്യപ്പെടാത്ത വിധത്തിലുള്ള വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇതുപോലെ തന്നെ ഈ തീരപ്രദേശത്തിന്റെ പ്രശ്നം എടുക്കുമ്പോഴേക്കും പഴങ്ങാട് മാത്രമല്ല, ഇടവനക്കാട് മാത്രമല്ല, ഇപ്പൊ ചെറായിൽ മാത്രമല്ല, വാസ്തവത്തിൽ തീരദേശ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി പഞ്ചായത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനോ മാത്രം ചെയ്യാവുന്ന കാര്യമല്ല. ഇപ്പൊ ചില പ്രദേശങ്ങളിലെല്ലാം ചില സംസ്ഥാനങ്ങളിലെല്ലാം തീരപ്രദേശത്ത് ഇങ്ങനെ കടലാക്രമണ രൂക്ഷമായ സ്ഥിതി ഇല്ല. എന്നാൽ നമ്മുടെ നാട്ടിലുണ്ട് തന്നെ. അപ്പൊ നമ്മുടെ ജില്ലക്കകത്താണെങ്കിൽ ചെല്ലാനം കടപ്പുറത്തുണ്ടാവുന്ന രൂക്ഷമായിട്ടുള്ള കടലാക്രമണത്തിന്റെ ഭാഗമായി അവിടെ പോയിട്ടുള്ള മാധ്യമപ്രവർത്തകന്മാർക്കും അറിയാം, അവിടെ പോയിട്ടുള്ള നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ഈ മഴക്കാലത്ത് തിര കയറി വരുന്ന സന്ദർഭത്തിൽ അവിടെ സർക്കാർ വെച്ചിട്ടുള്ള തിര തടയാൻ വേണ്ടി വെച്ചിട്ടുള്ള കല്ലുകളും മറ്റു സാധനങ്ങളെല്ലാം തകർത്തിട്ട് കയറി വീടുകൾ തകർന്നു പോകും. അത് കൂടാതെ തന്നെ വീടുകളുടെ സെപ്റ്റി ടാങ്കുകളും വീടുകളുടെ കുളിപ്പലകളും ഇതെല്ലാം തകർത്ത് അടിച്ചു തകർത്തലാണ്.
ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന കാലത്താണ് ചെല്ലാനം പ്രദേശത്തിന്റെ അകത്ത് അവിടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പുലിമുട്ടുകൾ സ്ഥാപിക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചത്. പുലിമുട്ടുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ശരിയാണ്. ഈ കടലിന്റെ ഏറ്റത്തിന്റെ അകത്ത് കടല് തിരമാല കയറി വരുമ്പോഴേക്കും ആ ഒരു പ്രദേശം തന്ന സമ്മർദ്ദം കൊണ്ട് പുലിമുട്ട് വന്നാൽ അവിടെ അത് അലസിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗത്ത് പിടിക്കും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇങ്ങനെയുള്ള പ്രശ്നം വന്നപ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തിയപ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്ത് 347 കോടി രൂപ മുടക്കിയിട്ടാണ് അവിടെ ഈ ടെട്രാപോഡ് വെച്ചത്. ആ 347 കോടി രൂപയ്ക്ക് അതിവേഗത്തിൽ പണി പൂർത്തിയാക്കി ടെട്രാപോഡ് വെച്ച് അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. പക്ഷെ ആ പ്രശ്നം പരിഹരിച്ചു എന്ത് പറ്റി? ചെല്ലാനം പഞ്ചായത്തിന്റെ വടക്കൻ ഭാഗത്ത് കണ്ടക്കട തുടങ്ങിയ ഭാഗത്തേക്ക് വീണ്ടും ഇത് വന്നു, ഈ തിരയെടുക്കാൻ തുടങ്ങി. അപ്പൊ കടലാക്രമണം അങ്ങോട്ടേ മാറി. മാത്രമല്ല, ഇപ്പൊ നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യം, ഈ കടലിലെ തിര വരുന്നതിന് ആ കടലിലെ തിരയെ പിടിച്ചു കഴിഞ്ഞാൽ കടലിലെ തിര വേറെ തെറ്റുമല്ല, ആ കടൽ തിരയുടെ അതിന്റെ ദിശ മാറ്റിയ ശേഷം ആ കടൽ എവിടെയെങ്കിലും നിന്ന് കയറും. അങ്ങനെ കയറുമ്പോ നമ്മുടെ വൈപ്പിൻകരയില് തന്നെയുള്ള പല പ്രദേശങ്ങളിലേക്ക് ഈ സമ്മർദ്ദത്തെ മറികടന്ന് വരാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഈ തിര വീണ്ടും വരും. അങ്ങനെ ആയിരിക്കണം ഇപ്പോൾ നമ്മുടെ ഈ എടവനക്കാട് പഞ്ചായത്തിന്റെ അടുത്തുള്ള പല പ്രദേശങ്ങളിലും ചെറായിൽ വരെ അതിന് വളരെ രൂക്ഷമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് മാർഗം? ഞാനാദ്യം പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റൊക്കെയാണ് തന്നെ 347 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത് തന്നെ നിസ്സാര കാര്യമല്ല. സംസ്ഥാനത്തുള്ള ഗ്രാമപ്രദേശം വൈപ്പിനാണ്. ആ വൈപ്പിൽ ആൾക്കാർ താമസിക്കുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളികളും വളരെ പാവപ്പെട്ട ആൾക്കാരും അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാര് കടലിന്റെ ഓരത്ത് വീട് വെച്ച് താമസിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കിടന്നുറങ്ങാനും അവർക്ക് ജോലി ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം വേണ്ടേ? അപ്പൊ ആ സൗകര്യത്തിന് സംസ്ഥാനത്തെ ഗവൺമെന്റ് അവിടെ ചെല്ലാനത്ത് ചെയ്തതുപോലെ ഇനി വേണ്ടൊരു കാര്യം, കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണം.